ചെറിയ ചുവടുകൾ, വലിയ ലക്ഷ്യങ്ങൾ, സ്ഥിരതയുടെ അത്ഭുതശക്തി. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിൽ പലർക്കും വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമുണ്ട്. ചിലർക്ക് ഒരു പുതിയ ബിസിനസ് തുടങ്ങണം, ചിലർക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നേടണം, മറ്റു ചിലർക്ക് ആരോഗ്യപരമായ ജീവിതശൈലി പിന്തുടരണം. ഈ വലിയ ലക്ഷ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ നിരാശപ്പെടാറില്ലേ? ഇതൊക്കെ എങ്ങനെ സാധിക്കും എന്ന ചോദ്യം മനസ്സിലുയരാറില്ലേ? ഒരു വലിയ പർവ്വതം കയറാൻ ഒരുങ്ങുന്നവരെ പോലെയാണ് നമ്മൾ. പർവ്വതത്തിൻ്റെ മുകളിലേക്ക് നോക്കി നെടുവീർപ്പിടുന്നതിന് പകരം ആദ്യത്തെ ചുവട് വയ്ക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ ലക്ഷ്യം എത്ര വലുതായാലും അതിലേക്കുള്ള യാത്ര തുടങ്ങേണ്ടത് ചെറിയ ചുവടുകളിലൂടെയാണ്. ഒറ്റയടിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ തളർന്നുപോകും. എന്നാൽ ഓരോ ദിവസവും സ്ഥിരതയോടെ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ശക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു തുള്ളി വെള്ളം പോലും പാറയെ തുളയ്ക്കുന്നത് അതിൻ്റെ ശക്തി കൊണ്ടല്ല, മറിച്ച് തുടർച്ചയായ ഒഴുക്കുകൊണ്ടാണ്. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും. നമ്മുടെ ലക്ഷ്യങ്ങളെ ചെറിയ, എളുപ്പത്തിൽ നേടാവുന്ന ഭാഗങ്ങളായി തിരിക്കുക എന്നതാണ് ആദ്യത്തെ പാഠം. ഉദാഹരണത്തിന്, നിങ്ങൾക്കൊരു പുസ്തകം എഴുതണമെങ്കിൽ ദിവസവും 10 പേജ് എഴുതാൻ ശ്രമിക്കുന്നതിന് പകരം 1 പേജ് എഴുതാൻ ലക്ഷ്യമിടുക. ദിവസവും 1 പേജ് എഴുതുമ്പോൾ 1 വർഷത്തിനുള്ളിൽ 365 പേജുള്ള ഒരു പുസ്തകം പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇത് കേൾക്കുമ്പോൾ വളരെ ലളിതമായി തോന്നിയേക്കാം, പക്ഷേ ഇത് പ്രായോഗികമാണ്. ഈ ചെറിയ ചുവടുകൾക്ക് പിന്നിലെ മാന്ത്രിക ഘടകം സ്ഥിരതയാണ്. സ്ഥിരമായി ഒരു കാര്യം ചെയ്യുമ്പോൾ അതൊരു ശീലമായി മാറുന്നു. ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്ര കൂടുതൽ എളുപ്പവും ആസ്വാദ്യകരവുമാകുന്നു. പലപ്പോഴും ആളുകൾക്ക് വലിയ കാര്യങ്ങൾ ഒറ്റയടിക്ക് ചെയ്തു തീർക്കാനാണ് ആഗ്രഹം. എന്നാൽ ഈ ചെറിയ ചുവടുകളുടെ ശക്തി തിരിച്ചറിയുന്നില്ല. ഒരു കഥയിലേക്ക് പോയാലോ? ഒരു മുളയുടെയും തേക്ക് മരത്തിൻ്റെയും കഥയാണ് പറയാൻ പോകുന്നത്. പണ്ടുകാലത്ത് ഒരു ഗ്രാമത്തിൽ അഹങ്കാരിയായ ഒരു തേക്കുമരവും വിനയമുള്ള ഒരു മുളങ്കാടും ഉണ്ടായിരുന്നു. തേക്കുമരം വളരെ ഉയരമുള്ളതും തടിച്ച തടിയുള്ളതും വലിയ ശാഖകളുമുള്ളതുമായിരുന്നു. അത് കാറ്റിലും മഴയിലും തലയുയർത്തിപ്പിടിച്ച് ഉറച്ചു നിന്നു. എന്നെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് അത് അഹങ്കാരത്തോടെ ചിന്തിച്ചു. അതിനടുത്ത് നിന്നിരുന്ന മുളങ്കാടാകട്ടെ നേർത്തതും വഴക്കമുള്ളതുമായിരുന്നു. കാറ്റു വീശുമ്പോഴെല്ലാം അത് കാറ്റിനനുസരിച്ച് തലകുന്നിച്ച് വണങ്ങുമായിരുന്നു. ഇത് കണ്ട തേക്കുമരം മുളയെ കളിയാക്കി ചിരിച്ചു. എന്തു ദുർബലനാണ് നീ! ഒരു ചെറിയ കാറ്റടിച്ചാൽ പോലും തലകുനിക്കുന്നു. എന്നെ നോക്കൂ, ഞാൻ പാറ പോലെ ഉറച്ചു നിൽക്കുന്നു. തേക്ക് അഹങ്കാരത്തോടെ പറഞ്ഞു. മുള മറുപടിയൊന്നും പറയാതെ പുഞ്ചിരിച്ചു. അത് കാറ്റിനനുസരിച്ച് കൂടുതൽ കുനിഞ്ഞു. ഒരു ദിവസം ആ ഗ്രാമത്തിൽ വലിയൊരു കൊടുങ്കാറ്റ് ആഞ്ഞുവീശി. കാറ്റിന്റെ ശക്തിയിൽ മരങ്ങൾ കടപുഴകി വീണു. തേക്കുമരം അതിൻ്റെ എല്ലാ ശക്തിയുമെടുത്ത് കാറ്റിനെ ചെറുത്തുനിന്നു. അതിൻ്റെ ശിഖരങ്ങൾ ഒടിയാൻ തുടങ്ങി. എന്നിട്ടും അത് തലകുനിക്കാൻ തയ്യാറായില്ല. എന്നാൽ മുളങ്കാട് കാറ്റിന്റെ ദിശയ്ക്കനുസരിച്ച് പൂർണ്ണമായും വളഞ്ഞു നിന്നു. കാറ്റ് എത്ര ശക്തിയായി വീശിയാലും അത് ഒടിഞ്ഞുപോകാതെ കാറ്റിനൊപ്പം വളഞ്ഞു. കൊടുങ്കാറ്റ് അതിൻ്റെ ഉച്ചസ്ഥായിയിലെത്തി. തേക്കുമരം അതിൻ്റെ ശക്തിയിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും കാറ്റിൻ്റെ ഭീകരമായ ശക്തിയിൽ അതിൻ്റെ വേരുകൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. ഒരു വലിയ ശബ്ദത്തോടെ തേക്കുമരം നിലംപതിച്ച്. കൊടുങ്കാറ്റ് ശാന്തമായപ്പോൾ തേക്കുമരം നിലത്തുകിടക്കുന്ന കാഴ്ചയാണ് എല്ലാവരും കണ്ടത്. എന്നാൽ മുളങ്കാടാറട്ടെ യാതൊരു കേടുപാടും കൂടാതെ വീണ്ടും തലയുയർത്തി നിവർന്നു നിന്നു. കൊടുങ്കാറ്റിനെ അതിജീവിക്കാൻ അതിന് സാധിച്ചത് അതിൻ്റെ വഴക്കവും കാറ്റിനനുസരിച്ച് കുനിഞ്ഞുകൊടുക്കാനുള്ള മനസ്സും കൊണ്ടായിരുന്നു. ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പാഠമെന്തെന്നാൽ, തേക്കുമരം അതിൻ്റെ ശക്തിയിൽ വിശ്വസിച്ച് ഒരു വെല്ലുവിളിയോടും വഴങ്ങാൻ തയ്യാറായില്ല. എന്നാൽ മുളയാകട്ടെ വഴക്കത്തോടെയും വിനയത്തോടെയും പ്രതിസന്ധിയെ നേരിട്ടു. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ്. നമ്മൾ വലിയ ലക്ഷ്യങ്ങൾ നേടാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും പ്രതിസന്ധികളും തടസ്സങ്ങളും ഉണ്ടാകാം. ചിലപ്പോൾ നമുക്ക് തോൽവിടലുണ്ടാകാം. ഈ സമയത്ത് തേക്കുമരത്തെപ്പോലെ പിടിവാശി കാണിക്കുന്നതിനു പകരം മുളയെപ്പോലെ വഴങ്ങാനും ചെറിയ മാറ്റങ്ങൾ വരുത്താനും സ്ഥിരമായി പരിശ്രമിക്കാനും നമ്മൾ തയ്യാറാകണം. ഓരോ ചെറിയ ചുവടും ഓരോ ചെറിയ വിജയവും നമ്മളെ വലിയ ലക്ഷ്യങ്ങളിലേക്ക് അടുപ്പിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാനാകും എന്ന് ചിന്തിക്കുന്നവർക്ക് ഒരു ദിവസം കൂടി നമ്മുടെ ജീവിതത്തിൽ കിട്ടുമ്പോൾ ദൈവത്തോട് നന്ദി പറഞ്ഞ് എഴുന്നേൽക്കുക. 5 മിനിറ്റ് വ്യായാമം ചെയ്യുക. ഒരു പുതിയ ഭാഷ പഠിക്കാൻ ദിവസവും 10 വാക്കുകൾ പഠിക്കുക. ഓരോ ദിവസവും നിങ്ങളുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ കാര്യം ചെയ്യുക. ഈ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ അറിയാതെ തന്നെ വലിയ മാറ്റങ്ങളുണ്ടാക്കും. ഓർക്കുക, നിങ്ങളുടെ ലക്ഷ്യം എത്ര വലുതായാലും അതിലേക്കുള്ള ആദ്യത്തെ ചുവട് വളരെ ചെറുതായിരിക്കാം. ആ ചെറിയ ചുവടുകൾ സ്ഥിരമായി മുന്നോട്ട് വയ്ക്കുക. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ എത്തിച്ചേർന്ന ദൂരം കണ്ട് സ്വയം അത്ഭുതപ്പെടും. നിങ്ങളുടെ വലിയ ലക്ഷ്യങ്ങളിലേക്ക്
ഇന്ന് വയ്ക്കുന്ന ആദ്യത്തെ ചെറിയ ചുവടെന്താണ്? ബോക്സിൽ എഴുതാൻ മറക്കരുതേ. ഇങ്ങനെയുള്ള അറിവുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ അറിവുകളുമായി വീണ്ടും കാണാം. നന്ദി.